ഇപ്പോഴും നമ്മളെ ഹോൾഡ് ചെയ്യുന്ന പല ഘടകങ്ങളുമുണ്ട്. നമ്മളെ ബാക്കിലേക്ക് വല്ലാതെ വലിച്ച് മുറുക്കുന്ന പല കാര്യങ്ങളും. ഞാൻ അതിനെയൊക്കെ ഓവർകം ചെയ്ത് ആണ് മുന്നോട്ട് പോയിട്ടുള്ളത് ജീവിതത്തിൽ. അതിൽ ഏറ്റവും കട്ടിയുള്ളതും ഏറ്റവും ടഫായിട്ട് ഞാൻ ഓവർകം ചെയ്തൊരു കാര്യം പരാജയ പേടിയാണ്, ഫിയർ ഓഫ് ഫെയിലിയർ. ഈ ജീവിതത്തിൽ എങ്ങനെയൊക്കെയോ എപ്പോഴൊക്കെയോ ചില അബദ്ധങ്ങളൊക്കെ സംഭവിച്ച് പലപ്പോഴായി പരാജയപ്പെട്ടു. ഈ സ്കൂൾ ലൈഫിൽ ധാരാളം ഈ 8ലും 9ലും 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ അത്ര പരാജയം ഫേസ് ചെയ്തിട്ടില്ലെങ്കിലും മാർക്ക് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. +2ലൊക്കെ പഠിക്കുമ്പോൾ പിന്നീട് അത് ഫെയിലിയർ ആവാൻ തുടങ്ങി പല രീതിയിൽ. ഡിഗ്രിക്ക് പിന്നെ ഫുള്ളായിട്ട് പല സബ്ജക്റ്റിനും ഫെയിലിയർ ആവാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫെയിലിയർ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് ബിസിനസ്സിലേക്ക് വന്നപ്പോൾ പല അറ്റംപ്റ്റുകൾ പരാജയപ്പെട്ടു ജീവിതത്തിൽ. ഈ അറ്റംപ്റ്റ് ചെയ്തത് പരാജയപ്പെട്ടപ്പോൾ പിന്നീട് ബിസിനസ് ചെയ്യാൻ തന്നെ അങ്ങ് പേടിയായി. ഭയങ്കരമായിട്ടുള്ള ഗ്യാപ്പ് വന്നപ്പോൾ ഞാനിനി ബിസിനസ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ ഞാൻ പിന്നെയും എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇരുന്നു. പക്ഷേ ഈ ഫിയർ ഓഫ് ഫെയിലിയർ എന്നെ വല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നു ഈ ബിസിനസ് ചെയ്ത് നിൽക്കും. ഈ ഫിയർ ഓഫ് ഫെയിലിയർ ഞാൻ പിന്നെ ഫൈറ്റ് ചെയ്ത് ആ ഫെയിലിയറിനെ വിഷ്വലൈസ് ചെയ്ത് സക്സസ് ആവുമെന്ന് വിഷ്വലൈസ് ചെയ്താണ് അതിനെ ഓവർകം ചെയ്തത്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം ഫേസ് ചെയ്ത അത് ഫിയർ ഓഫ് ഫെയിലിയറാണ്. അപ്പം ഫിയർ ഓഫ് ഫെയിലിയറിൻ്റെ കൂടൊപ്പം തന്നെയാണ് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മ, ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് ഭയങ്കര ഒരു വെല്ലുവിളിയായിട്ട് വന്നു പലപ്പോഴും. പ്രത്യേകിച്ച് നമ്മളൊരു വേദിയിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നതിനകത്ത് കോൺഫിഡൻസ് ഇല്ലായ്മ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്തു.